ക്ലാസ്സസ്. അപ്പോൾ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കി സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓരോ ചോദ്യങ്ങളായിട്ട് വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫീനോൾ ഈസ് മാനുഫാക്ചേർഡ് ഫ്രം ഹൈഡ്രോകാർബൺ ക്യുമീൻ. ക്യുമീനിൽ നിന്നാണ് നമ്മൾ ഫീനോള് മാനുഫാക്ചർ ചെയ്യുന്നത്. ഫീനോളിന്റെ ഒരു ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ആണ് ഫ്രം ക്യുമീൻ എന്ന് പറയുന്നത്, അല്ലെ? സോ അങ്ങനെയാണെങ്കിൽ ക്യുമീൻ ഈസ് കെമിക്കലി, ക്യുമീൻ എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ക്യുമീൻ എന്താണ്, അല്ലെ? സോ ക്യുമീൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ക്യുമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഐസോ പ്രൊപ്പൈൽ ബെൻസീൻ. ഐസോപ്രൊപ്പൈൽ ബെൻസീനെയാണ് നമ്മൾ ക്യുമീൻ എന്ന് പറയാം കേട്ടോ, ഐസോപ്രൊപ്പൈൽ ബെൻസീൻ. അപ്പൊ ഇതാണ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ എന്ന് പറയുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യുമീൻ എടുക്കുന്നു, CH3, ഇതാണ് ഐസോപ്രൊപ്പൈൽ ബെൻസീൻ അഥവാ ക്യുമീൻ, അല്ലെ? ക്യുമീനെ നമ്മൾ എന്താ ചെയ്യുക? ഓക്സിഡേഷൻ ചെയ്യും. അപ്പോൾ ഓക്സിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് കിട്ടും. അതായത് CH3OOH. സോ ദിസ് ഈസ് ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ്. എന്താണ്? ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ്. ഓക്കെ, സോ ക്യുമീൻ ഹൈഡ്രോ പെറോക്സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ഒരു ഡൈല്യൂട്ട് ആസിഡ് വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കാം, അല്ലെ? ഒരു ഡൈല്യൂട്ട് ആസിഡ് വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഫീനോൾ, അല്ലെ? ഇതിന്റെ മേലെ ഫീനോൾ വരും, പ്ലസ് CH3C ഡബിൾ ബോണ്ട് ഓ CH3, അസറ്റോണും കിട്ടും, അസറ്റോൺ, അല്ലെ? സോ അസറ്റോൺ ഇതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ നമ്മൾ എടുത്താൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. കാരണം ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്കൊരു പുതിയൊരാളെ കിട്ടുന്നുണ്ട്. ആരാണ്? നമ്മുടെ അസറ്റോൺ. സോ അസറ്റോൺ ആണ് ബൈ പ്രൊഡക്റ്റ്, അല്ലെ? സോ ഐസോപ്രൊപ്പൈൽ ബെൻസീൻ നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, പ്രെഡിക്ട് ദ മേജർ പ്രൊഡക്റ്റ് ഇൻ ദ ഫോളോവിങ് റിയാക്ഷൻ. മേജർ പ്രൊഡക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആണ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡും ഫീനോളും കൂടിയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു റിയാക്ഷൻ നമ്മുടെ അമീൻസ് എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ദിസ് ഈസ് എ കൈൻഡ് ഓഫ് കപ്ലിംഗ് റിയാക്ഷൻ. സോ ഇതൊരു കപ്ലിംഗ് റിയാക്ഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിന് എടുക്കുന്നുണ്ട് N ട്രിപ്പിൾ ബോണ്ട് NCl മൈനസ്, അല്ലെ? ഇനി അതിനെ ഫീനോൾ വെച്ചിട്ടാണ് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്. സോ ഫീനോൾ എടുത്തോ, ഇതാണ് ഫീനോൾ, അല്ലെ? അപ്പോൾ റിയാക്ഷൻ ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഫീനോളിൽ ഞാൻ ഇവിടെ ഒരു H കൊടുത്തിട്ടുണ്ട് പുറത്തേക്ക്. ഇവിടെ H ഉണ്ട്, ഇവിടെ H ഉണ്ട്, നമ്മൾ എഴുതുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് റിയാക്ഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ആ H ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ എന്താ സംഭവിക്കുക? ഈ Hഉം ഈ Clഉം കൂടെ HCl റിമൂവ് ആയി പോകും, അല്ലെ? ബാക്കിയുള്ളത് അങ്ങനെ അങ്ങോട്ട് ജോയിൻ ചെയ്യുക. ബാക്കിയുള്ളത് അങ്ങനെ ജോയിൻ ചെയ്താൽ എന്താ കിട്ടുക? N ഡബിൾ ബോണ്ട് N ബെൻസീൻ റിംഗ് വരയ്ക്കുക ആൻഡ് ഇവിടെ OH. ഇതല്ലേ നമുക്ക് കിട്ടുക? യെസ്, ദിസ് ഈസ് പാരാഹൈഡ്രോക്സി അസോബെൻസീൻ. അപ്പൊ ഈ ഒരു കോമ്പൗണ്ടിന് ഒരു കളർ ഉണ്ട്. കളർ എന്താ? ഓറഞ്ച് കളർ. സോ ഇത് ഓറഞ്ച് കളറിലുള്ള ഒരു ഡൈ ആണ്. ഓറഞ്ച് കളറിലുള്ള ഡൈ ആണ് കേട്ടോ, പാരാഹൈഡ്രോക്സി അസോബെൻസീൻ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത ചോദ്യം, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2 ആയിട്ട് മാച്ച് ചെയ്യാനാണ്. സോ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് CH3CH2Br ആൽക്കഹോളിക് AOH. അപ്പൊ ആൽക്കഹോളിക് AOH എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരണം ഇത് എലിമിനേഷൻ റിയാക്ഷൻ ആണ്. ഏത് എലിമിനേഷനാ? ബീറ്റ എലിമിനേഷൻ, അല്ലെ? ഇവിടെ നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് തന്നിട്ടുണ്ട്, ആൽക്കഹോളിക് AOH തന്നിട്ടുണ്ട്. അപ്പൊ അത് ബീറ്റ എലിമിനേഷൻ. അപ്പൊ ബീറ്റ എലിമിനേഷനിൽ ഇവിടെ നിന്ന് ബ്രോമിൻ റിമൂവ് ആയി പോകും ആൻഡ് ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ റിമൂവ് ആയി പോകും. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്ന മക്കളെ CH2 ഡബിൾ ബോണ്ട് CH2 ആണ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് ഏതിലേക്ക് മാച്ച് ചെയ്യാം? ഇതിനെ നമുക്ക് സെക്കൻഡിലേക്ക് മാച്ച് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വൺ CH3CH2Br ആൽക്കൈൽ ഹാലൈഡ് തന്നിട്ടുണ്ട്. അതിലേക്ക് അക്വസ് KOH ആണ്, ആൽക്കഹോളിക് അല്ല, വെള്ളം, അല്ലെ? അക്വസ് KOH. അക്വസ് ആണെങ്കിൽ ദിസ് ഈസ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ.
ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. അപ്പോൾ സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി? ന്യൂക്ലിയോഫിലിക് അഡീഷനാ. അപ്പോൾ ഈ ബ്രോമിൻ ഇവിടെ നിന്ന് പോകും, ആ സ്ഥാനത്തേക്ക് OH വരും അല്ലേ? ബ്രോമിൻ പോകും, ആ സ്ഥാനത്തേക്ക് OH വരും. സോ CH3 CH2 OH, CH3 CH2 OH ആണ് റൈറ്റ് ആൻസർ വരിക. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് CH3 CH2 Br-ലേക്ക് KNO2 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. KNO2 അല്ലേ? സോ KNO2 ആഡ് ചെയ്ത് എന്താ സംഭവിക്കുക? അതുപോലെ AgNO2 ആഡ് ചെയ്ത് എന്താ സംഭവിക്കുക? അത് നമുക്ക് അറിഞ്ഞിരിക്കണം. സിമ്പിളാണ്. നമ്മൾ ആൽക്കൈൽ ആലൈഡ് എടുക്കുക. ആൽക്കൈൽ ആലൈഡിലേക്ക് ഞാനിപ്പോൾ AgNO2 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് RNO2 ആണ് കിട്ടുക. അതായത് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ് നടക്കുക അല്ലെ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അഡീഷൻ അല്ല സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുക കേട്ടോ. അഡീഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിൽ ഹാലജൻ പോകും, ആ സ്ഥാനത്തേക്ക് NO2 വരും അല്ലെ? അപ്പൊ നമുക്ക് RNO2 കിട്ടും. RNO2. ആൻഡ് ഇവിടെ KNO2 ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് RNO2 ആണോ കിട്ടുക? അല്ല, അത് നോട്ട് ചെയ്ത് വെക്കുക. RONO ആണ് കിട്ടുക. RONO. ഓക്കെ. അപ്പൊ AgNO2 യൂസ് ചെയ്താൽ RNO2 ആണ് കിട്ടുക. ആൻഡ് KNO2 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ RONO ആണ് കിട്ടുക. ഓക്കെ. അപ്പൊ എങ്ങനെയാ മാർക്ക് ചെയ്യാൻ പറ്റുക? KNO2 ആണെങ്കിൽ ONO ഇവിടെ പോയി ഇതാ, ഇത് നേരെ ഇങ്ങോട്ടേക്ക് മാച്ച് ചെയ്യുക. AgNO2 ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് മാച്ച് ചെയ്യാം. ഓക്കെ, യെസ് സെറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ റിലേറ്റീവ് റിയാക്ടിവിറ്റി ഓർഡർ ഓഫ് ദ ഫോളോവിങ് ഹാലൈഡ്സ് ടുവേർഡ്സ് SN1 റിയാക്ഷൻ. സോ SN1 റിയാക്ഷൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ ആണ്. SN1 റിയാക്ഷൻ ഈസ് യൂണിമോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് അല്ലെ? SN1 എന്ന് പറയുമ്പോൾ യൂണിമോളിക്കുലാർ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. സോ അതിൻ്റെ റിയാക്ടിവിറ്റി ഓർഡർ നമ്മൾ എന്ത് നോക്കിയിട്ടാണ് തീരുമാനിക്കുക? യെസ്, കാർബോ കാറ്റയോൺ സ്റ്റെബിലിറ്റി. കാർബോ കാറ്റയോൺ സ്റ്റെബിലിറ്റി. കാർബോ കാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി നോക്കിയിട്ടാണ് റിയാക്ടിവിറ്റി തീരുമാനിക്കുക. സ്റ്റെബിലിറ്റി കൂടുമ്പോൾ റിയാക്ടിവിറ്റി കൂടും അല്ലെ? സ്റ്റെബിലിറ്റി കൂടുമ്പോൾ റിയാക്ടിവിറ്റി കൂടും. സോ അത് പ്രകാരം നമുക്കറിയാം ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ടെർഷ്യറിക്കായിരിക്കും, പിന്നെ സെക്കൻഡറി ആൽക്കൈൽ ആലൈഡ്, പിന്നെ പ്രൈമറി ആൽക്കൈൽ ആലൈഡ്. ഇങ്ങനെയാണ് റിയാക്ടിവിറ്റി ഓർഡർ വരിക. ആൻഡ് ലാസ്റ്റ് ആണ് മീഥൈൽ ഹാലൈഡ്സ് വരിക. മീഥൈൽ ഹാലൈഡ്. ഓക്കെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മക്കളെ ഇത് ഏതാണ്? CH3C CH3CH3Cl. ഇത് ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ 3 കാർബൺസിനോട് കണക്റ്റഡ് ആണ്. സോ ദിസ് ഈസ് ടെർഷ്യറി അല്ലെ? ആൻഡ് CH3CH2Cl ഇത് പ്രൈമറി ആൽക്കൈൽ ആലൈഡ് ആണ്. സോ ദിസ് ഈസ് മീഥൈൽ ഹാലൈഡ് ആണ്. ഇത് മീഥൈൽ ഹാലൈഡ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ PH2CHCl. PH2CHCl എന്ന് പറയുമ്പോൾ ഇവിടെ എന്തുണ്ട്? 2 ഫീനെയിൽ ഗ്രൂപ്പ്സ് ഉണ്ട്, 2 ബെൻസീൻ റിംഗ് ഉണ്ട്. അപ്പോൾ ഈ കാർബോകാറ്റയോണിന്റെ പ്രത്യേകത ഇത് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് കാർബോകാറ്റയോൺ ആയിരിക്കും. റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് കാർബോകാറ്റയോൺ ആയിരിക്കും. റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് കാർബോകാറ്റയോണിന് ഗ്രേറ്റർ സ്റ്റെബിലിറ്റി അല്ലെ? ഗ്രേറ്റർ സ്റ്റെബിലിറ്റി. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ആയിരിക്കുക ഏറ്റവും ലാസ്റ്റ് വണ്ണിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി. സോ ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി അവനായിരിക്കും. ആൻഡ് പിന്നെ വരിക ഫസ്റ്റിനായിരിക്കും ടെറിഷറി കാർബോകാറ്റയോൺ ഫോം ചെയ്യും. ആൻഡ് പിന്നെ വരിക പ്രൈമറി, അതായത് 2 ആണ് വരിക. ആൻഡ് ഏറ്റവും ലാസ്റ്റ് ആണ് ആര് വരിക? മീഥൈൽ ഹാലൈഡുകൾ വരിക. സോ 3. അപ്പം ഇതാണ് കറക്റ്റ്. IV 1, 2, 3 അല്ലേ? സോ ദ ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? Yes. Next question, what will be the product formed for the following reaction? അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ള റിയാക്ഷൻ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ CH3X ഏതാണ്? നമ്മുടെ മീഥൈൽ അല്ലെങ്കിൽ ഈഥൈൽ ഏതെങ്കിലും ആൽക്കൈൽ ഹാലൈഡ് ആണ് തന്നിട്ടുള്ളത്. സോ ആൽക്കൈൽ ഹാലൈഡിലേക്ക് ചേർക്കുന്നത് ആരെന്നെയാണ് നോക്കിക്കോ? KCN-ഉം AgCN-ഉം. KCN ചേർക്കുന്നുണ്ട്, അതുപോലെ AgNO2. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ ഇപ്പോൾ കണ്ടിട്ടേ ഉള്ളൂ അല്ലേ? ആൽക്കൈൽ ഹാലൈഡിലേക്ക് AgNO2 ചേർത്താൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കും. ഇവിടെ നിന്ന് X പോകും, ആ സ്ഥാനത്തേക്ക് NO2 വരും. അപ്പോൾ CH3NO2 അല്ലേ? ഇനി KCN ചേർത്താലോ? KCN ചേർത്താൽ ഇവിടുന്ന് X പോകും, ആ സ്ഥാനത്തേക്ക് നമ്മുടെ CN വരും. സോ CH3CN. അപ്പോൾ ഏതാണ് കറക്റ്റ്? CH3CN-ഉം കിട്ടുന്നുണ്ട്, CH3NO2 കിട്ടുന്നുണ്ട്. സോ ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? യെസ് സെറ്റ്. അടുത്ത ചോദ്യം, ഇൻ കോൾസ് റിയാക്ഷൻ ഫിനോൾ അണ്ടർഗോസ്
കോൾബ്സ് റിയാക്ഷനിലെ ഫീനോളിന് എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ എന്താണ് കോൾബ്സ് റിയാക്ഷൻ? കോൾബ്സ് റിയാക്ഷൻ അടുത്ത ഇമ്പോർട്ടൻറ്റ് നെയിം റിയാക്ഷൻ ആണ് കോൾബ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ കോൾബ്സ് റിയാക്ഷനിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഫീനോൾ എടുത്തു. സോ ഫീനോളിനെ സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കാം. അക്വസ് സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് സോഡിയം ഫീനോക്സൈഡ് കിട്ടും അല്ലേ? O-Na+. ദിസ് ഈസ് സോഡിയം ഫീനോക്സൈഡ്. ഈ സോഡിയം ഫീനോക്സൈഡിനെ ഫസ്റ്റ് നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുക. ആൻഡ് ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ. ആദ്യം കാർബൺ ഡൈ ഓക്സൈഡ് വെച്ച് റിയാക്ട് ചെയ്യിപ്പിക്കുക ആൻഡ് ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ. നമുക്ക് എന്ത് കിട്ടും? യെസ്, ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന ആള് ഇവിടെ OH വരും ആൻഡ് ഇവിടെ COOH വരും അല്ലേ? സോ ദിസ് ഈസ് 2-ഹൈഡ്രോക്സി. രണ്ടാമത്തെ പൊസിഷനിലാണ്. ഇത് ഒന്നാമത്തെ പൊസിഷൻ, ഇത് രണ്ടാമത്തെ പൊസിഷൻ. സോ 2-ഹൈഡ്രോക്സി, രണ്ടാമത്തെ പൊസിഷനിൽ OH. അപ്പൊ 2-ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ് അല്ലെങ്കിൽ ഇതിനെ സാലിസിലിക് ആസിഡ് എന്ന് വിളിക്കാം. സാലിസിലിക് ആസിഡ്. അപ്പൊ സാലിസിലിക് ആസിഡ് ഉണ്ടാവുന്ന റിയാക്ഷൻ ആണ് നമ്മുടെ കോൾബ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കോൾബ്സ് റിയാക്ഷനിൽ സോഡിയം ഫീനോക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. അതിന് എന്താണ് സംഭവിക്കുന്നത്? അതിന് കാർബൺ ഡൈ ഓക്സൈഡ് വഴി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുന്നത് കേട്ടോ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെ? സോ സോഡിയം ഫീനോക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. അതിന് കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ ഇലക്ട്രോഫൈൽ ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഒരു വീക്ക് ആയിട്ടുള്ള ഇലക്ട്രോഫൈൽ ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. സോ അതുവഴി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നടക്കുക. എന്നിട്ട് നമുക്ക് സാലിസിലിക് ആസിഡ് കിട്ടും അല്ലെ? അപ്പൊ നമുക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് മാർക്ക് ചെയ്യാം. ക്ലിയർ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? നെക്സ്റ്റ് വൺ, ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ്. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെ? ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്. സോ ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് നമ്മൾ ആരുടെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് മെയിൻലി യൂസ് ചെയ്യുക? പ്രൈമറി അരോമാറ്റിക് അമീൻസിന്റെ സോ പ്രൈമറി അരോമാറ്റിക് അമീൻസിന്റെ പ്രിപ്പറേഷൻ ആണ് നമ്മൾ ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ് യൂസ് ചെയ്യുക. ഓർത്ത് വെക്കുക, പ്രൈമറി അരോമാറ്റിക് അല്ല, അലീഫാറ്റിക് ആണ് കേട്ടോ. സോറി, അരോമാറ്റിക് അല്ല, പ്രൈമറി അലീഫാറ്റിക് അമീൻസിന്റെ പ്രിപ്പറേഷൻ. സോ പ്രൈമറി അലീഫാറ്റിക് അമീൻസ് ഓപ്ഷൻ എ അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ, പ്രൈമറി അലീഫാറ്റിക് അമീൻസ്. ക്ലിയർ? യെസ്. നെക്സ്റ്റ് വൺ നോക്കാം. An organic compound C3H6O, ഒരു ഓർഗാനിക് കോമ്പൗണ്ട് തന്നിട്ടുണ്ട് C3H6O, does not give 2,4 dinitro phenyl hydrazine test അല്ലേ? സോ 2,4 dinitro phenyl hydrazine test തരുന്നില്ല. അപ്പൊ an organic compound C3H6O does not give precipitate with 2,4 dinitrophenyl hydrazine. അപ്പൊ 2,4 dinitrophenyl hydrazine റിയാക്ട് ചെയ്യിക്കുമ്പോൾ precipitate തരുന്നില്ല. സോ precipitate തരുന്നുണ്ടെങ്കിൽ അത് C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് ഉള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, 2,4 dinitrophenyl hydrazine ടെസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ് വരുന്ന ആൾക്കാർ എന്ത് തരും? പോസിറ്റീവ് റിസൾട്ട്, അതായത് പ്രിസിപ്പിറ്റേറ്റ്. പോസിറ്റീവ് റിസൾട്ട് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താ? അവിടെ പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും അല്ലെ? സോ പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുക ആരാണ് മക്കളെ? പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുക ഈ ഗ്രൂപ്പ് ഉള്ള ആൾക്കാരാണ്. സോ ഈ ഗ്രൂപ്പുള്ള ആൾക്കാർ പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അതായത് ആൽഡിഹൈഡ്സോ കീറ്റോൺസോ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവർ പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും അല്ലെ? പിന്നെ അതുപോലെ തന്നെ ഡസ് നോട്ട് റിയാക്ട് വിത്ത് മെറ്റാലിക് സോഡിയം. മെറ്റാലിക് സോഡിയം ആയിട്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മെറ്റാലിക് സോഡിയം ആയിട്ട് റിയാക്ട് ചെയ്യുക ആരാ? ആൽക്കഹോളോ. എന്താണ്? ആൽക്കഹോള് മെറ്റാലിക് സോഡിയം ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഫോം ചെയ്യും? RONA H2 ഹൈഡ്രജൻ ഗ്യാസും ഉണ്ടാവും. ഓക്കെ, സോ മെറ്റാലിക് സോഡിയം ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആൽക്കഹോൾ ആണ് റിയാക്ട് ചെയ്യുക അല്ലെ? റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ
ആൽക്കഹോൾ ഇല്ല എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇത് ഏതായിരിക്കും? C3H6ഓ 2,4-ഡൈനൈട്രോ ഫീനൈൽ റിയാക്ട് ചെയ്യുന്നില്ല അല്ലെ, പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നില്ല. അപ്പൊ ആൽഡിഹൈഡോ കീറ്റോണോ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ആൽഡിഹൈഡും അല്ല കീറ്റോണും അല്ല. അപ്പൊ ഈ CHO വരുന്ന ആളല്ല ആൻഡ് കീറ്റോണും അല്ല. പിന്നെ ഈ ഒരു റിയാക്ഷൻ മെറ്റൽ സോഡിയം മെറ്റലുമായിട്ടും റിയാക്ട് ചെയ്യുന്നില്ല. സോഡിയം മെറ്റലായിട്ട് റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ അത് ആൽക്കഹോളും അല്ല അല്ലെ. അപ്പൊ ഏതാണ് നമ്മുടെ ആൻസർ വരും മക്കളെ? യെസ്, ദ ഫോർത്ത് വൺ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. CH2 ഡബിൾ ബോണ്ട് CHO CH3 ആയിരിക്കും വരിക അല്ലെ. നമുക്കൊരു ഈതറാണ് തന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേ മക്കളെ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം തമ്മിൽ കണക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. സോൾവെന്റ് യൂസ്ഡ് ഇൻ പെർഫ്യൂമിലൊക്കെ യൂസ് ചെയ്യുന്ന സോൾവെന്റ് അത് എത്തനോൾ ആണ്. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഫോർ പിക്രിക് ആസിഡ്. എന്താ പിക്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ? പിക്രിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,4,6 ട്രൈനൈട്രോഫീനോൾ. ഇതാണ് നമ്മുടെ പിക്രിക് ആസിഡ്. 2,4,6 ട്രൈനൈട്രോഫീനോൾ ആണ് പിക്രിക് ആസിഡ്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്തായിരിക്കും? ഫീനോൾ ആയിരിക്കും അല്ലെ. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഫീനോൾ ആയിരിക്കും. അപ്പൊ അത് ഫീനോളിലേക്ക് മാച്ച് ചെയ്യാം. പിന്നെ വുഡ് സ്പിരിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാ? മെത്തനോൾ ആണ് വുഡ് സ്പിരിറ്റ് എന്ന പേരിൽ അറിയപ്പെടുക. പിന്നെ ബൈ പ്രൊഡക്റ്റ് ഓഫ് സോപ്പ് ഇൻഡസ്ട്രി യൂസ്ഡ് ഇൻ കോസ്മെറ്റിക്സ്. സോപ്പ് ഇൻഡസ്ട്രിയുടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്, നമ്മൾ കോസ്മെറ്റിക്സിലൊക്കെ യൂസ് ചെയ്യും. അതാരാണ്? അത് ഗ്ലിസറോൾ ആണ്. ഓക്കെ, ഗ്ലിസറോൾ ആണ്. ക്ലിയർ അല്ലേ? സോ ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ നോക്കിയാൽ, അക്കോർഡിംഗ് ടു അലക്സാണ്ടർ സെയ്റ്റ്സേവ് ദ മോസ്റ്റ് പ്രിഫേർഡ് പ്രൊഡക്റ്റ്, അതായത് മേജർ പ്രൊഡക്റ്റ് ഫോർ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ ഓഫ് 2-bromo-pentane. അപ്പൊ 2-bromo-pentane ആണ് മക്കളെ തന്നിട്ടുള്ളത്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്. രണ്ടാമത്തെ പൊസിഷനിൽ ബ്രോമിൻ അല്ലെ. അപ്പൊ CH3 CH, ഇവിടെ CH2 CH3. ഇതാണ് 2-bromo-pentane. ഇതിനെ നമ്മൾ ഡീഹൈഡ്രോ ഹാലോജിനേഷൻ അഥവാ ബീറ്റ എലിമിനേഷനാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മേജർ പ്രൊഡക്റ്റ് എന്ത് അല്ലെ? ബീറ്റ എലിമിനേഷൻ ചെയ്യാൻ എന്ത് വേണം? ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് വേണം, ഹീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈസി ആയിട്ട് ചെയ്യാം. ഡീഹൈഡ്രോ ഹാലോജിനേഷൻ എന്ന് പറയുമ്പോൾ റിമൂവൽ ഓഫ് HX ആണ് അല്ലെ, HX. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഈ ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ആൽഫ കാർബൺ, തൊട്ടപ്പുറത്തെ കാർബൺ ബീറ്റ. അപ്പൊ ഇവിടെ 2 ബീറ്റ ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ബ്രോമിനെ റിമൂവ് ചെയ്യാം, ഇവിടെ നിന്ന് നമുക്കൊരു ഹൈഡ്രജനെ റിമൂവ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാ? CH3 CH2 ആവും. ഡബിൾ ബോണ്ട് CH CH2 CH3 അല്ലെ. ഓർ ഇനി അടുത്തത്, ഈ ബീറ്റ കാർബണിൽ നിന്ന് നമുക്ക് ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്യാം, ഇവിടെ നിന്ന് ബ്രോമിനെ റിമൂവ് ചെയ്യാം. അപ്പൊ എന്താ കിട്ടുക? ഇവിടെ നിന്ന് ഹൈഡ്രജൻ, ഇവിടെ നിന്ന് ബ്രോമിൻ. അപ്പൊ നമുക്ക് കിട്ടുക CH3 CH ഡബിൾ ബോണ്ട് CH CH2 CH3. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇതിലെ മേജർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു സെയ്റ്റ്സേവ്സ് റൂൾ മേജർ പ്രൊഡക്റ്റ് ആരായിരിക്കും മക്കളെ? ആരാണ്? ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ആൽക്കീൻ, അവനെയാണ് നമ്മൾ മേജർ പ്രൊഡക്റ്റ് എന്ന് പറയാം. മേജർ പ്രൊഡക്റ്റ് ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡബിൾ ബോണ്ടിന്റെ മേലെ കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പുകൾ വരണം. അങ്ങനെ കൂടുതൽ ആൽക്കൈൽ ഗ്രൂപ്പ് വന്നാൽ അവനാണ് ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ മേജർ പ്രൊഡക്റ്റ്. അപ്പൊ നോക്കിക്കേ, ഇതാണ് നമ്മുടെ കാർബൺ ഡബിൾ ബോണ്ട്. അതിൻ്റെ മേലെ ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പേ ഉള്ളൂ. എന്നാൽ അടുത്തത് നോക്കിയാൽ ഇതാണ് നമ്മുടെ കാർബൺ ഡബിൾ ബോണ്ട്. അതിൻ്റെ മേലെ ഇതാ ഇവിടെ ഒരു CH3 ഉണ്ട് ആൻഡ് ഇവിടെ ഒരു CH2 CH3 ഉണ്ട്. അപ്പോൾ ഇവിടെ 2 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ ഏതാ ഹൈലി സബ്സ്റ്റിറ്റ്യൂട്ടഡ്? സെക്കൻഡ് വൺ. ഇവനാണ് നമ്മുടെ മേജർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രിഫേർഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആരായിരിക്കും? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്
അല്ലെ? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ് രണ്ടാമത്തെ പൊസിഷൻ. അപ്പൊ പെന്റ് അല്ലെ? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ് 5 കാർബൺസ് ഉണ്ട്. ഇനി ഡബിൾ ബോണ്ട് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ 1 രണ്ടാമത്തെ കാർബണിന്റെ മേലെയാണ് ഡബിൾ ബോണ്ട്. സോ പെന്റ് 2E. പെന്റ് 2E ആണ് മേജർ പ്രൊഡക്റ്റ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇത് സിമ്പിൾ ആണ്. ഐഡന്റിഫൈ ദ നെയിം റിയാക്ഷൻ ഗിവൻ ബിലോ. ഇത് ഏത് നെയിം റിയാക്ഷൻ മക്കളെ? ഇത് നമ്മുടെ ബെൻസീൻ ഡയസോണിയം സോൾട്ട് ആണ്. ബെൻസീൻ ഡയസോണിയം സോൾട്ട് അല്ലെ? അതിലേക്ക് നമ്മൾ കോപ്പർ പൗഡറും HCl ആണ് ചേർക്കുന്നത്. ഇത് കോപ്പർ എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഇത് കോപ്പറിന്റെ പൗഡറാ. കോപ്പർ പൗഡറും HCl ആണ് ചേർക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലോറോ ബെൻസീൻ കിട്ടുന്നുണ്ട്. +N2 + CuX. ഇത് ഏത് റിയാക്ഷൻ ആണ്? ഗട്ടർമാൻ റിയാക്ഷൻ, സാൻഡ്മാൻ, ഗട്ടർമാൻ കോച്ച്, ഡോസ് പ്രോസസ് ഏതാ മക്കളെ? യെസ്, ദിസ് ഈസ് ഗട്ടർമാൻ റിയാക്ഷൻ അല്ലെ? സാൻഡ്മേഴ്സ് റിയാക്ഷൻ പോലെ തന്നെയാണ് ഗട്ടർമാൻ റിയാക്ഷൻ. സാൻഡ്മേഴ്സ് റിയാക്ഷൻ ഒരു അളിയൻ അല്ലെങ്കിൽ ഒരു ഏട്ടൻ പോലെയാണ് ഗട്ടർമാൻ റിയാക്ഷൻ. പക്ഷെ ഗട്ടർമാൻ റിയാക്ഷനിൽ നമ്മൾ ആരെയും എടുക്കുക? കോപ്പർ പൗഡർ ആണ് എടുക്കുക. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കോപ്പർ പൗഡർ ആണ് എടുക്കുക. ക്ലിയർ? യെസ്. അപ്പൊ ഗട്ടർമാൻ റിയാക്ഷൻ നമ്മൾ പഠിച്ചു. യെസ്. ഇനി അടുത്ത പ്രോസസ്സ് നോക്കിക്കേ. ഇത് നമുക്ക് ഈസി ആയിട്ട് മാച്ച് ചെയ്യാനായിട്ട് പറ്റണം. വില്യംസൺ സിന്തസിസ്. വില്യംസൺ സിന്തസിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഈതറിന്റെ സിന്തസിസ് ആണ് അല്ലെ? ഈതർ. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുക ആൽക്കൈൽ ഹാലൈഡ് വെൻ ട്രീറ്റഡ് വിത്ത് സോഡിയം ആൽക്കോക്സൈഡ്. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഈതർ കിട്ടുക. ആൽക്കൈൽ ഹാലൈഡ് വെൻ ട്രീറ്റഡ് വിത്ത് സോഡിയം ആൽക്കോക്സൈഡ്. അപ്പൊ എവിടെയാ? സോഡിയം ആൽക്കോക്സൈഡ്, ആൽക്കൈൽ ഹാലൈഡ്. അപ്പൊ ഇതിനെ നമുക്ക് ഇതിലേക്ക് മാച്ച് ചെയ്യാം. ഇനി റീമർ ടീമൻ റിയാക്ഷൻ. റീമർ ടീമൻ റിയാക്ഷൻ മക്കൾ പഠിച്ചിട്ടുണ്ടോ? റീമർ ടീമൻ റിയാക്ഷൻ. റീമർ ടീമൻ റിയാക്ഷൻ. സോ റീമർ ടീമൻ റിയാക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ റീമർ ടീമൻ റിയാക്ഷന്റെ പ്രത്യേകത എന്താ? യെസ്, റീമർ ടീമൻ റിയാക്ഷനിൽ നമ്മൾ എടുക്കുന്നത് ഫീനോൾ. സോ ഫീനോളിലേക്ക് നമ്മൾ ചേർക്കുക ക്ലോറോഫോം പ്ലസ് NaOH, CHCl3 NaOH ഫോളോഡ് ബൈ കുറച്ച് അസിഡിഫിക്കേഷൻ കൂടെ ചെയ്യാം അല്ലെ? അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫീനോളിന്റെ തൊട്ടടുത്ത് CHO വരും, OHന്റെ തൊട്ടടുത്ത് CHO വരും. ദാറ്റ് ഈസ് സാലിസിൽ ആൽഡിഹൈഡ്. സാലിസിലാൽഡിഹൈഡ്. സാലിസിൽ ആൽഡിഹൈഡ് ആണ് കിട്ടുക. സാലിസിൽ ആൽഡിഹൈഡ് അല്ലെ? സാലിസിൽ ആൽഡിഹൈഡ് ആണ് പ്രൊഡക്റ്റ് കിട്ടുക. സോ റീമർ ടീമൻ റിയാക്ഷൻ നമുക്ക് എങ്ങോട്ട് മാർക്ക് ചെയ്യാതെ? CHCl3 NaOH ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ റീമർ ടീമൻ ഇങ്ങോട്ട് മാച്ച് ചെയ്യാം. ഓക്കെ. ഇനി ഡോസ് പ്രോസസ്സ്. ഡോസ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫീനോളിന്റെ മാനുഫാക്ചർ ആണ് ഡോസ് പ്രോസസ്സ്. ഡോസ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫീനോളിന്റെ മാനുഫാക്ചർ ആണ്. അത് നമ്മൾ ക്ലോറോബെൻസിൻ വഴിയാണ് ചെയ്യുക. സോ ക്ലോറോബെൻസിൻ എടുക്കുന്നു, അതിലേക്ക് കുറച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് സോഡിയം ഫീനോക്സൈഡ് കിട്ടും. O-Na+, സോഡിയം ഫീനോക്സൈഡ് കിട്ടും അല്ലേ? അപ്പോൾ സോഡിയം ഫീനോക്സൈഡിനെ ഒന്ന് അസിഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, ഇവിടെ ഫീനോൾ കിട്ടും. സോ ഈ റിയാക്ഷൻ നമ്മൾ ചെയ്യുക ഒരു 623 കെൽവിൻ ടെമ്പറേച്ചറിലും 300 ATM പ്രഷറിലുമാണ്. സോ അത് ഏതിലേക്കാണ് മാർക്ക് ചെയ്യാൻ പറ്റുക? ഇതാ. അപ്പം ഡോസ് പ്രോസസ്സ് ഇതിലേക്ക് മാർക്ക് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ഷോർട്ട് ആൻഡ് ബോമൻ റിയാക്ഷൻ നമുക്ക് ഇതാ ലാസ്റ്റ് വൺ ലാസ്റ്റിൽ കൊടുക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? യെസ്. അപ്പം അത്രയാണ് ഉള്ളത്. ആൻഡ് ഇനി ഇതാ 2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഓർഗാനിക് കെമിസ്ട്രിയുടെ സെക്ഷൻ ഇവിടെ കഴിയാണ്. അപ്പോൾ ഇതാ നോക്കിക്കേ, NH2 NaNO2 + HCl 0 to 5 degree Celsius. നമുക്കറിയാം ദിസ് ഈസ് ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ അല്ലെ? ഇത് നമ്മുടെ ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ബെൻസീൻ ഡയസോണിയം സോൾട്ട് കിട്ടും. ഇനി അതിലേക്ക് CuCN KCN. CuCN KCN ചേർത്താൽ നമുക്ക് എന്താ കിട്ടുക? നമ്മുടെ ബെൻസീൻ ഡയസോണിയം സോൾട്ടിലേക്ക് N2 + Cl- അതിലേക്ക് CuCN ഇൻ പ്രസൻസ് ഓഫ് KCN ചേർത്താൽ നമുക്ക് കിട്ടുക ഈ ബെൻസീൻ റിങ്ങിന്റെ മേലെ CN വരും അല്ലെ? ബെൻസീൻ റിങ്ങിന്റെ മേലെ CN വരും. ദാറ്റ് ഈസ് ബെൻസോനൈട്രൈൽ.
സോ ഓപ്ഷൻ ബി ബെൻസോനൈട്രൈൽ ഈസ് ദ റൈറ്റ് ആൻസർ അല്ലെ. ബെൻസോനൈട്രൈലാണ് നമുക്ക് കിട്ടുക. ബെൻസോനൈട്രൈൽ. ക്ലിയർ ആണോ? യെസ്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോവിങ് റിയേജന്റ് ആർ യൂസ്ഡ് ഫോർ ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ? ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോളിന് നമ്മൾ ഏത് റിയേജന്റ് ആണ് യൂസ് ചെയ്യുക? ഡീനേച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ. എന്താ ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിനെ നമ്മൾ ലാബോറട്ടറിയിലൊക്കെ യൂസ് ചെയ്യുന്ന ആൽക്കഹോള് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്മെല്ലും അതിൻ്റെ നേച്ചറും ഒക്കെ നമ്മൾ ചെറുതായിട്ട് ചേഞ്ച് ചെയ്യും. അതിനെയാണ് ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ എന്ന് പറയാം. അങ്ങനെ സ്മെല്ലിൽ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചേർക്കുക? അതിലേക്ക് പിറിഡിൻ ചേർക്കും. സ്മെല്ല് മാറ്റാൻ പിറിഡിൻ ചേർക്കും. കളറ് മാറ്റാൻ കോപ്പർ സൾഫേറ്റ് ചേർക്കും. അപ്പോൾ കളറ് മാറ്റാൻ കോപ്പർ സൾഫേറ്റും സ്മെല്ല് മാറ്റാൻ പിറിഡിനുമാണ് ചേർക്കുക. സോ കോപ്പർ സൾഫേറ്റ് ആൻഡ് pyridine. സോ ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോളിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റ് ഈസ് കോപ്പർ സൾഫേറ്റ് ആൻഡ് pyridine. കോപ്പർ സൾഫേറ്റ് ആൻഡ് pyridine ആണ് കേട്ടോ. ഓക്കെ, റെഡി? അടുത്തത് ഐഡന്റിഫൈ ദ ഗിവൻ നെയിം റിയാക്ഷൻ. ഇത് ഏത് നെയിം റിയാക്ഷനാണ് മക്കളെ? ഇവിടെ നിങ്ങൾക്ക് അമീൻ തന്നിട്ടുണ്ട്, അതിലേക്ക് ക്ലോറോഫോമും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും അല്ലെ. അപ്പൊ നമുക്ക് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ RNC, ദിസ് ഈസ് കാർബൈൽ അമീൻ. കാർബൈൽ അമീൻ അഥവാ ഐസോസയനൈഡ് കിട്ടും. അതിനൊരു ചീത്ത സ്മെല്ലാണ് എന്നൊക്കെ നമുക്കറിയാം അല്ലെ. സോ ഇത് നമ്മുടെ പ്രൈമറി അമീനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റാണ്. ഈ ടെസ്റ്റിന്റെ പേരാണ് കാർബൈൽ അമീൻ റിയാക്ഷൻ. കാർബൈൽ അമീൻ റിയാക്ഷൻ. ഓൾറെഡി നമ്മൾ ഈ റിയാക്ഷൻ ഒക്കെ എഴുതി കഴിഞ്ഞതാണ്. കാർബൈൽ അമീൻ റിയാക്ഷൻ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൻ റിയാക്ഷൻ ഈസ് ദ എക്സാമ്പിൾ ഓഫ്. ഈ ഒരു റിയാക്ഷൻ ഏതാണെന്നാണ് ചോദ്യം. ഫീനോളിലേക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുന്നു, അപ്പോൾ സോഡിയം ഫീനോക്സൈഡ് കിട്ടുന്നു. നെക്സ്റ്റ് അതിലേക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുന്നു, ഫോളോഡ് ബൈ H+, ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ. അസിഡിഫിക്കേഷൻ കൂടെ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇതാ 2-ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്, ബെൻസോയിക് ആസിഡ് കിട്ടുന്നു, അഥവാ സാലിസിലിക് ആസിഡ് കിട്ടും അല്ലെ. സോ ഈ സാലിസിലിക് ആസിഡ് കിട്ടുന്ന ഈ ഒരു റിയാക്ഷന്റെ പേരാണ് ഏതാണ്? സാലിസിലിക് ആസിഡ് കോൾബ്സ് റിയാക്ഷൻ. അപ്പോൾ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഏതാ? പാരാഹൈഡ്രോക്സി അസോബെൻസീൻ ഈസ് കോൾഡ് ആസ്. പാരാഹൈഡ്രോക്സി അസോബെൻസീനെ നമ്മൾ ഏത് പേരിലാണ് വിളിക്കുക? ഓറഞ്ച് ഡൈ ആണ് അല്ലെ. ഓറഞ്ച് ഡൈ ആണ് പാരാഹൈഡ്രോക്സി അസോബെൻസീൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നുള്ള കുറേ അധികം ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.